ഹായ് നമസ്കാരമുണ്ട്. നമ്മളിന്നുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗുണ്ടൂർ മുളകിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആന്ധ്രയിലാണ് ഏറ്റവും കൂടുതൽ മുളക് ഉൽപ്പാദിക്കുന്നത്. നാട്ടിലേക്ക് എത്തിയിരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ഗുണ്ടൂർ മുളക് എന്ന് കേട്ടിട്ടുണ്ടോ? അത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പാടം കാണിച്ചു തരാം. അതിലെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും ഇതൊക്കെ കാണിച്ചു തരാം. ഓക്കെ.
ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് നമ്മളുള്ളത്. ആന്ധ്രയിലെ ഗുണ്ടൂർ മുളകിൻ്റെ ഏരിയയാണ് ഇവിടെ. ഒരു പാക്കിങ്ങും ഒരു ചാക്കിലാക്കി കയറ്റി കൊണ്ടുവരുന്ന പരിപാടി. ഇപ്പോൾ ഗുണ്ടൂർ മുളക് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗുണ്ടൂരിൻ്റെ ഒറിജിനലായ സ്ഥലം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ കാണുന്നത്. ഇതാണ് ഗുണ്ടൂർ മുളകിൻ്റെ ഇതാണ്. അതിവിടെ ആവണില്ല. ഓക്കെ, ഇതിവിടെ മുളക് ഒരു ഉണക്കാട്ടൊക്കെയാണ്. മുളക് ഇത് ഇവിടെ മുളക് ഉണക്കാനാണ്. മുളക് ഉണക്കാട്ടൊക്കെ ഇവിടെ ഇപ്പോൾ അത് ക്ലീനിങ്ങിനും ഇട്ടിട്ട് മുളക് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ 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 ഇതാണ് മുളകിൻ്റെ ചേട്ടനാണ് ഇവിടെ നമ്മൾ നിൽക്കുന്നത്. മുളകിൻ്റെ ചേട്ടനാണ് മുളക് ഇവിടെ. ഇതാണ് ആന്ധ്രാപ്രദേശിലെ മുളക്. ഗുണ്ടൂർ മുളക് എന്ന് പറയണ്ടോ, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടൂർ മുളകാണ്, ആന്ധ്രാപ്രദേശിലാണിത്. ഗുണ്ടൂർ മുളക് ഇത് ഉണക്കണം. അതൊക്കെ പ്രോസസ്സിന് ഒരു ഇട്ടേക്കുന്നതാണ് ഇവിടെ. ആന്ധ്രാപ്രദേശിലെ മുളകിൻ്റെ ഗോഡൗണാണ് ഇവിടെ. ഗുണ്ടൂർ മുളക് അതിൻ്റെ ഗോഡൗണാണ് ഇവിടെ. ഇവിടെ നിന്നാണ് അന്യ സംസ്ഥാനങ്ങളിലേക്കെല്ലാം മുളക് കയറ്റി വിടുന്നത്. ഇതിന് ആന്ധ്രാപ്രദേശിലെ മുളക് ഗോഡൗണാണിത്. ഇവിടെ നിന്നാണ് ഓരോ സംസ്ഥാനങ്ങളിലേക്കും മുളക് കയറ്റി വിടുന്നത്. ഗുണ്ടൂർ മുളക് മുളകിൻ്റെ ഗോഡൗണാണിത്. ഇവിടെ നിന്നാണ് ഓരോ സംസ്ഥാനങ്ങളിലേക്കും മുളക് കയറ്റി വിടുന്നത്. ഇതാണ് ഗുണ്ടൂർ മുളകിൻ്റെ ഗോഡൗണാണിത്. ഇപ്പം ഇന്ന് മാർക്കറ്റ് മുടക്കാണ്. പക്ഷേ എന്നാലും തുറന്നിട്ടുണ്ട്. ഒരു ലോഡ് കയറി പോകണില്ല മാത്രം. ഇതാണ് മുളക് കർഷകരിൽ നിന്ന് ശേഖരിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ച് ഒരു അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി വിടുകയാണ് ഒരു മുളക്. ഗുണ്ടൂർ മുളകിൻ്റെ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആന്ധ്രാപ്രദേശിലെ മുളക്. ഗുണ്ടൂർ മുളക് എന്ന് പറയണ്ടോ, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടൂർ മുളകാണ്, ആന്ധ്രാപ്രദേശിലാണിത്. ഗുണ്ടൂർ മുളക് ഇത് ഉണക്കണം. അതൊക്കെ പ്രോസസ്സിന് ഒരു ഇട്ടേക്കുന്നതാണ് ഇവിടെ. ഇതാണ് ആന്ധ്രാപ്രദേശിലെ മിർച്ചിയുടെ ഗോഡൗൺ, മുളകിൻ്റെ ഗോഡൗണാണിത് മൊത്തം. ഇതെല്ലാം മുളക് കൂട്ടിയിട്ട് ലോഡ് കൊണ്ടുപോകാൻ റെഡിയാക്കി വെച്ചൊക്കെയാണ്. അതെല്ലാം ഇതിന് ഗുണ്ടൂർ മുളക് എന്ന് കേട്ടിട്ടില്ലേ, അതിൻ്റെ ഗോഡൗണാണ് ഇവിടെ.
ഇത് ഓരോ സംസ്ഥാനങ്ങളിൽ കയറ്റിവിടാൻ വേണ്ടിയിട്ട് ലോഡാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ആന്ധ്രയിൽ മിളക് പാടത്താണ് നമ്മളുള്ളത്. ഗുണ്ടൂര് എന്ന സ്ഥലത്താണ് മിളക് പാടം. മിളകിൻ്റെ മെയിൻ സ്ഥലമാണ് ഇവിടെ. അപ്പോൾ എൻ്റെ ബേക്കിൽ കാണുന്നതൊക്കെ ഈ മിളകിൻ്റെ ഒരു കൃഷി സ്ഥലമാണത്. മിളകിൻ്റെ കൃഷി സ്ഥലമാണത്. ഇവിടെ കംപ്ലീറ്റ് പാടത്ത് കംപ്ലീറ്റ് മിളകാണ്. ഇത് ബേക്കിൽ കാണുന്നതാണ് അതിൻ്റെ സ്റ്റോറേജാണ്. മിളക് സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലമാണത് മിളക്. ഇപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് നമുക്ക് ശരിക്കാണ്ട് ക്ലിയറായി കിട്ടിയിട്ടില്ല, എന്നാലും അത്യാവശ്യം കാണാൻ പറ്റിയാൽ. അപ്പോൾ ഇഷ്ടമായ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതാണ് ആന്ധ്രയിലത്തെ ഗുണ്ടൂരിലെ മിളക് പാടം. അവിടെ അറ്റത്ത് കാണാനത് മിളകിൻ്റെ ഗോഡൗണാണ്, പ്രൈവറ്റ് ഗോഡൗണാണത്. ഇതൊരു പ്രൈവറ്റ് മിളകുകളൊക്കെ മേടിച്ച് ഗോഡൗൺ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് ഗവൺമെൻറ്റിൻ്റെയാണ്. ഇത് പ്രൈവറ്റ് ഓരോ പാർട്ടികൾക്കും ഓരോ ഗോഡൗണാണ്. ഇതാണ് മിളക് പാടത്തെ മിളകുണ്ടായി നിൽക്കുന്നത്. ചുവന്ന മിളകിൻ്റെ ഇതാണ് കാണുന്നത് നിങ്ങൾക്ക്. ഇത് ചുവന്ന മിളക്, എല്ലാം ചുവന്ന മിളകായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിന് ചുവന്ന മിളകുണ്ടായി നിൽക്കുന്നത് ഗുണ്ടൂർ മിളകിൻ്റെ. ഇതെല്ലാം പൂത്തിലഞ്ഞുണ്ട്, പൊട്ടിക്കേണ്ട പ്രായമായിട്ടുണ്ട്. ഇത് മൊത്തം പാടത്ത് കംപ്ലീറ്റ് തന്നെയാണിത്. ഗുണ്ടൂർ മിളകിൻ്റെ പാടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ സ്റ്റോറേജ്, മിളക് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണത്. അപ്പുറത്ത് പ്രൈവറ്റായിട്ടുള്ള സ്റ്റോറേജാണത്. ഇതൊരു മിളക് പാടമാണ്. ഇവിടുത്തെ ഓണറുടെ പെർമിഷൻ മേടിച്ചാൽ നമ്മൾ മിളക് പാടത്തിൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കണം നോക്കിയിരിക്കുന്നത്. ഇതിമിക ഓരോ ഇതിമീൻ ഒരു 10-25 മിളക് വെച്ച് അതിമീണ്ട് ചുവന്ന മിളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിമീനെ ഒരു ഒറ്റ തെയ്മേനെ ഒരു ചുരുങ്ങിയതൊരു 10-70 ഉണ്ടാവും. 70 മിളക് തന്നെ ഒരു ചെറിയ തെയ്മ 70 മിളക് ഉണ്ടായി നിൽക്കുന്നുണ്ട് പഴുത്ത്. ഇവിടെ ഒരു പൂത്തൊലഞ്ഞ് നിൽക്കണ ഇതന്നെ ഒരു 10-70 മിളക് ഉണ്ടാവുന്നു. ഇതിന് ഗുണ്ടൂരത്തെ മിളക് പാടം. ഇത് വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ഷെയർ ചെയ്ത്, കാണാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് ഒരു 10-60 മിളക് ഇതിനുണ്ട്. ഇത് മൊത്തം മിളക് പാടാണ്. ആന്ധ്രാപ്രദേശിലെ മിളക് പാടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആന്ധ്രാപ്രദേശിലെ മിളക് പാടം. ഇപ്പോൾ ഏകദേശം സന്ധ്യാറായി, അത് കാരണം നമുക്കധികം കാണാൻ പറ്റില്ല. ഇതാണ് മിളകുണ്ടായി നിൽക്കണണ്ട. ഇതാണ് മിളക് പാടത്തെ മിളകാണിത്. ഇത് മിളകുണ്ടായി നിൽക്കുന്നതാണ്. ഇവിടെ കാണാൻ മിളക് ഉണ്ടായി നിൽക്കുന്നത് ചെറിയ തൈ. ഇത് മൊത്തം മിളക് പാടാണ് ഇവിടെ. ഇത് കണ്ട ഈ വീഡിയോയിൽ നിൽക്കുന്നത് കംപ്ലീറ്റ് മുളക് പാടാണ്. ഇത് ഗുണ്ടൂരത്തെ മിളക് പാടാണിത്. ഇതാണ് മിളക് പാടം, ആന്ധ്രയിലത്തെ മിളക് പാടം. നിങ്ങൾക്ക് ശരിക്കും ഈ പിരിട്ട് കാരണം അധികം ശരിക്കും കാണാനില്ല, എന്നാലും നിങ്ങൾക്കിത് വീഡിയോ കാണിച്ചു തരാവുന്നതാണ്. ഇത് കണ്ട ഇതിന് മിളകുണ്ടായി നിൽക്കുന്നത് ഗുണ്ടൂർ മിളക്. ഇതിന് ഗുണ്ടൂരാണ് മിളക് ഉണ്ടാക്കുന്നത്. ഇത് കൃഷീൻ്റെ മിളക് പാടം. ഈ മൊത്തം ഇവിടെ കൃഷിയാണിത്, മിളകിൻ്റെ കൃഷിയാണ് ഇവിടെ. ഗുണ്ടൂർ മിളകിൻ്റെ കൃഷിയുള്ള ഏരിയയാണിത്. ഇവിടെയൊക്കെ അത്യാവശ്യം മിളകുണ്ടായി ഓടിയുണ്ട്. ചുവന്ന മിളക് അതിൻ്റെ കൂടെ. ആ
അപ്പുറത്ത് കംപ്ലീറ്റ് കാണുന്നത് അതിൻ്റെ കൃഷി തന്നെയാണ്, മുളക് കൃഷി. ഇതൊക്കെ മുളക്, ചുവന്ന മുളക് ഉണ്ടായി കൊണ്ടിരിക്കുന്നത്. ഇത് നിറച്ച് ചുവന്ന മുളക് ഉണ്ടായി നിൽക്കുന്നത്. ഇവിടെ ചുവന്ന മുളക് ഉണ്ടായി നിൽക്കണം, നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട്. അതുപോലെ എല്ലാത്തിനും നിറച്ച് ചുവന്ന മുളക് ഉണ്ടായി നിൽക്കുന്നത്. പാടം മൊത്തം പൂത്തണ്, മുളക് പൂത്തയ്ക്കാണ്, പൂത്തളഞ്ഞൊക്കെയാണ് മുളക് പാടം. ഇപ്പോൾ സന്ധ്യ നേരമായിട്ടുണ്ട്, അത് കാരണം നമുക്ക് ശരിക്കും ക്ലിയറായി കാണുന്നില്ല. എന്നാലും ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ് നമ്മളുള്ളത്. ആന്ധ്രയിൽ ഗുണ്ടൂർ മുളകിൻ്റെ ഏരിയയാണ് ഇവിടെ. ഒരു പാക്കിങ്ങും ഒരു ചാക്കിലാക്കി കയറ്റി കൊണ്ടുവരുന്ന പരിപാടി. ഇപ്പോൾ ഗുണ്ടൂർ മുളക് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗുണ്ടൂരിൻ്റെ ഒറിജിനലായ സ്ഥലം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ കാണുന്നത്.